ഇപ്പോൾ മഞ്ജു വാര്യർ കൂടി നമ്മോടൊപ്പം ചിരിക്കുകയാണ്. മഞ്ജു, മലയാളത്തിന്റെ പ്രിയ നടി കൽപ്പന നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് അവരെ അനുസ്മരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ? ഒരുപാട് നടുക്കത്തോടെയാണ് ഞാൻ ഈ വാർത്ത ടി വിയിൽ കണ്ടത്. ഞാൻ അനുസ്മരിക്കുക എന്ന് പറയുന്നത് എന്റെ മനസ്സിൽ കുട്ടിക്കാലം തൊട്ട് കൽപ്പന ചേച്ചി അവതരിപ്പിച്ചിരിക്കുന്ന പലതരം കഥാപാത്രങ്ങളിലൂടെയാണ് കൽപ്പന ചേച്ചി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്തിരുന്നത്. അതിനുശേഷം നേരിട്ട് കാണാൻ സാധിച്ചത് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കാണുന്നത് കളിവീട് എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ അതിലും എനിക്ക് കാര്യമായിട്ട് കോമ്പിനേഷൻ സീൻസിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യമൊന്നും അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് പിന്നീട് എന്നും എപ്പോഴും എന്നുള്ളൊരു ഒരു സിനിമയിൽ ഞങ്ങൾ ഭാഗമാണ് എന്നല്ലാതെ അപ്പോഴും ഒരുമിച്ച് കൽപ്പന ചേച്ചിയുടെ കൂടെ ഒരു ഫ്രെയിമിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയണത്. പക്ഷേ ഒരുപാട് സിനിമകളിൽ ഒന്നിച്ച് അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടായില്ല എങ്കിൽ കൂടി അവരുടെ സ്നേഹം ഒരുപാട് ഏറ്റുവാങ്ങാൻ ഒരുപക്ഷെ മഞ്ജു വാര്യർക്കും ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ ഇതുവരെയും അനുസ്മരിച്ച എല്ലാ പേരും ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അതെ അതെ, ഞാൻ വളരെ കുറച്ച് അവസരങ്ങളിൽ കൽപ്പന ചേച്ചിയെ ഞാൻ നേരിട്ട് കണ്ടിട്ട് അങ്ങനെ ഉള്ള ഒരു സ്നേഹം പങ്കുവയ്ക്കൽ അങ്ങനെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ കാണുമ്പോഴൊക്കെ എന്റെ കുടുംബത്തിന്റെയും ഒക്കെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലെങ്കിലും പക്ഷെ ഒരു അടുപ്പം അങ്ങനെ തന്നെ മനസ്സിൽ എപ്പോഴും സൂക്ഷിച്ചിരുന്നു ചേച്ചിയും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും. മഞ്ജു, ഒരു അഭിനേത്രി എന്ന രീതിയിൽ കൽപ്പനയുടെ അഭിനയസിദ്ധി എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് ഒരു ഹാസ്യ റോളിൽ ഒതുങ്ങി നിൽക്കാതെ ക്യാരക്ടർ റോളായാലും തന്നിലേക്ക് എത്തിച്ചേരുന്ന ഏത് റോളായാലും അത് ചെറുതായാലും വലുതായാലും അത് അപ്രപാളികളിൽ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ഒരുക്കാൻ കൽപ്പനയ്ക്കുള്ള കഴിവ് അപാരമാണ്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് ആർക്കും ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ഒരു ഹാസ്യ റോളുകളിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളൊരു ആ ഒരു പ്രയോഗത്തിനോട് തന്നെ എനിക്ക് ഒരു വിയോജിപ്പാണ്. കാരണം എന്റെ ഒരു അഭിപ്രായത്തിലും എന്റെ ഒരു അനുഭവത്തിലും ഹാസ്യം അഭിനയിച്ച് വലിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു ഹാസ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാള് ഏറ്റവും അനുഗ്രഹീതയോ അല്ലെങ്കിൽ അനുഗ്രഹീതനോ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ കൽപ്പന ചേച്ചിയുടെ ഒരു കാര്യത്തിൽ ഹാസ്യം അങ്ങേയറ്റം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ആ ഒരു സിനിമയിൽ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയിൽ തന്നെ ഒരു ഇമോഷണൽ സീനിൽ വന്നിട്ട് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതും എത്രയോ അവസരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും അടുത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു സീരിയസ് റോള് മാത്രമേ കൽപ്പന ചേച്ചിയുടെ അങ്ങനെ പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ വരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കും. പണ്ടും സീരിയസ് റോളുകൾ ഹാസ്യത്തിന്റെ ഇടയിൽ കൂടി ഒരേ ഒരു സീനിലാണെങ്കിൽ പോലും സീരിയസ് റോള് വന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റം ആ പ്രതിഭയുടെ ഒരു മിന്നലാട്ടം അതിലും കാണാൻ സാധിക്കും. ആ പഴയ സിനിമകൾ എടുത്തു നോക്കിയാൽ അതിലും കാണാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ അഭിമാനമായിട്ട് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തേക്ക് ദേശീയ അവാർഡ് കൊണ്ടുതന്നതും കൽപ്പന ചേച്ചിയാണ്. അപ്പൊ എന്താ പറയാ, ഒരു നഷ്ടം എന്നുള്ളതൊക്കെ ഒരു അണ്ടർസ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയിലാണെങ്കിലും അല്ലാണ്ട് വ്യക്തിപരമായിട്ടും കൽപ്പന ചേച്ചിയോട് ഇഷ്ടം സൂക്ഷിച്ചിരുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം നന്ദിയുണ്ട് ശ്രീമതി മഞ്ജു വാര്യർ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. മലയാളത്തിൻ്റെ പ്രിയ നടി കൽപ്പനയുടെ വിയോഗ വാർത്ത എവരെയും വേദനിപ്പിക്കുകയാണ്. അവരോടൊത്ത് അഭിനയിച്ചവരെ കൂടാതെ മലയാളികളെ ഒന്നടങ്കം വേദനിപ്പിക്കുന്ന ഒരു വിയോഗ വാർത്ത തന്നെയാണ് കൽപ്പനയുടെ.